ഈ കാണുന്ന വീട് എറണാകുളം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. 4.17 ലാൻഡ് അളവ് വരുന്നത്. 2030 സ്ക്വയർ ഫീറ്റിലാണ്. വീടിന്റെ ലിവിംഗ് സ്പേസ് എങ്ങനെയുണ്ട്? കൊള്ളാലോ. റോഡിന് വളരെ അടുത്താണ്. വെറും 150 മീറ്റർ വോക്കബിൾ ഡിസ്റ്റൻസ് ആണ് മെയിൻ റോഡിൽ നിന്നും ഉള്ളത്. സെപ്പറേറ്റ് ആയിട്ട് നല്ല ഒരു ഡൈനിങ് സ്പേസ് നമുക്ക് ഈ ഒരു വീട്ടിൽ കിട്ടുന്നുണ്ട്. ലേഡീസ് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത് കിച്ചണിലാണ്. അപ്പൊ നമുക്ക് നല്ലൊരു വൈബുള്ള കിച്ചൺ തന്നെ ഇവിടെ കിട്ടുന്നുണ്ട്. ഇതുപോലുള്ള 2 ബെഡ്റൂമുകൾ താഴെയും 2 ബെഡ്റൂമുകൾ മുകളിലും. ബാക്കിയുള്ള കാര്യങ്ങൾ കണ്ടാലോ. എല്ലാവർക്കും മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ പ്രിയ. ഇത് നിങ്ങൾ മാർബിൾ ഹോംസിലൂടെ കാണാൻ പോകുന്ന ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ ഇടപ്പള്ളി പുക്കാട്ടുപടി റൂട്ടിലാണ്. ബസ് റൂട്ടിൽ നിന്നും വെറും 150 മീറ്റേഴ്സ് 150 മീറ്റർ വോക്കബിൾ ഡിസ്റ്റൻസ് ആണ് ഈ കാണുന്ന വീട്ടിലേക്കുള്ളത്. അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. പോകുന്ന വഴി നിങ്ങൾ നോക്കിക്കോളൂ. ടാർ റോഡ് തന്നെ, നല്ല വൈഡ് ആയിട്ടുള്ള ടാർ റോഡാണ് വീടിന്റെ ഫ്രണ്ടിലൂടെ കടന്നു പോകുന്നത്. വില്ല പ്രൊജക്റ്റ് ആണ്. നമുക്ക് തൊട്ടടുത്തൊക്കെ ആയിട്ട് ധാരാളം വീടുകളുണ്ട്. എല്ലാത്തിലും തന്നെ ആളുകൾ താമസമായതാണ്. ചില വീടുകളൊക്കെ അണ്ടർ കൺസ്ട്രക്ഷനിലുമാണ് ഇരിക്കുന്നത്. 4.17 ലാൻഡ് അളവ്. 2030 സ്ക്വയർ ഫീറ്റിൽ ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള 4 ബെഡ്റൂമുകളാണ് വീടിനുള്ളത്. മതിൽ നോക്കുവാണെങ്കിൽ നല്ലൊരു ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത്. ടെക്സ്ചർ വർക്കുകളും ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ വരുന്നുണ്ട്. മെയിൻ 2 പില്ലറുകളിൽ നമുക്കിനി 2 ഷോലാമ്പ് വരാനുള്ള വർക്ക് മാത്രമാണ് പെയിന്റിംഗ് ആയിട്ടുള്ളത്. 2 റോഡുകൾ ഷെയർ ചെയ്യുന്നിടത്താണ് വീടിരിക്കുന്നത്. ഫ്രണ്ടിലൊരു റോഡും വരുന്നുണ്ട്, റൈറ്റ് സൈഡിലും. സാധാരണ നല്ലൊരു ഭംഗിയാണ് നമ്മുടെ വീട് ഇവിടെ ദൂരെ നിന്നൊക്കെ നോക്കുമ്പോൾ തന്നെ കാണാനായിട്ട്. കംപ്ലീറ്റ് ആയിട്ട് വീടിന്റെ എലിവേഷൻ നോക്കുവാണെങ്കിൽ ഭംഗിയായിട്ട് ലൈറ്റ് ഫിറ്റിംഗ്സ് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു പെയിന്റും ആണ് കളർ കോമ്പിനേഷനുകളൊക്കെ ആയിട്ട് വന്നിരിക്കുന്നത്. കുറച്ച് ഭാഗത്തൊക്കെ നോക്കിയാൽ ബ്രിക്ക് മോഡലുള്ള കുറച്ച് വർക്കുകൾ വരുന്നുണ്ട്. ഗ്ലാസിന്റെ വർക്കുകളാണെങ്കിലും ഏറ്റവും ടോപ്പിൽ വരുന്ന ആ ഒരു വർക്കുകളാണെങ്കിലും നല്ല ബോക്സി ഷേപ്പിൽ ഭംഗിയായിട്ടും നമുക്ക് ഇഷ്ടം തോന്നുന്ന എലിവേഷനാണ് വീടിന് കൊടുത്തിരിക്കുന്നത്. 2 ഗേറ്റുകൾ തുറന്നു കഴിഞ്ഞാൽ സ്ലൈഡിംഗ് ആൻഡ് ഫോൾഡിംഗ് മെത്തേഡിലാണ് കൊടുത്തിരിക്കുന്നത്. നേരെ വരുമ്പോൾ നമുക്ക് ഇവിടെ കംപ്ലീറ്റ് സ്റ്റോൺസ് ആണ് വിരിച്ചിരിക്കുന്നത്. നമുക്കിനി അവിടെ ഗ്രാസ് വിരിക്കാനുള്ള വർക്കും കൂടെ മാത്രമാണ് പെയിന്റിംഗ് ആയിട്ടുള്ളത്. 2 കാറുകൾക്കുള്ള പാർക്കിംഗ് സ്പേസ് ആണ് വീടിന്റെ ഒരു ഫ്രണ്ടിൽ നമുക്ക് കിട്ടുന്നത്. പിന്നത്തേക്ക് നമ്മൾ നേരെ എൻ്റർ ചെയ്ത് കഴിയുമ്പോഴേക്കും നോക്കും, ഫ്ലോർ നിങ്ങൾ ഓൾറെഡി കണ്ടു. ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കുവാണെങ്കിൽ ആ ഭാഗത്തായിട്ടാണ് കിണർ വരുന്നത്. നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ടാണ് കിണറിന്റെ സ്ഥാനം വരുന്നത്. ഇവിടെയൊക്കെ നല്ല സ്പേസസ് ആണ്. അതിനെ കണ്ടിന്യൂ ചെയ്ത് ബാക്കിലേക്ക് പോകുന്ന സമയത്തും അവിടെയെല്ലാം തന്നെ നമുക്ക് സ്റ്റോൺസ് ആണ് വിരിച്ചിരിക്കുന്നത്. ടൈലുകളാണ് വരുന്നത്. ഇവിടെയായിട്ടാണ് നമുക്ക് കിച്ചണിന്റെ ഡോറ് വരുന്നത്. വർക്ക് ഏരിയ ഒക്കെ ചെയ്യാനായിട്ട് നല്ല സ്പേസ് ആണ് ഇവിടെ കിട്ടുന്നത്. വീടിന്റെ ബാക്ക് സൈഡ് നോക്കിയാലും സ്പേഷ്യസ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെയും സ്റ്റോൺസ് തന്നെയാണ് വിരിച്ചിരിക്കുന്നത്. വീടിനെ നമ്മൾ ഫേസ് ചെയ്യുമ്പോൾ ഉള്ള റൈറ്റ് സൈഡിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു വരുന്നത്. ഇവിടെ കുറച്ചും കൂടെ നല്ല വൈഡായ സ്പേസ് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. വീടിന്റെ സിറ്റ് ഔട്ട് കൊടുത്തിരിക്കുന്നത് നല്ല നീളത്തിലും വീതിയിലുമാണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ഇവിടെ ഗ്രാനൈറ്റ് തിരിച്ചിരിക്കുന്നത്. നമുക്ക് ഈ ഒരു ഭാഗത്തൊക്കെ നോക്കുവാണെങ്കിൽ ചെറിയ LED ബൾബുകളാണ് കൊടുത്തിരിക്കുന്നത്. വീടിന്റെ മെയിൻ ഡോർ വന്നിട്ട് കംപ്ലീറ്റ് ആയിട്ട് ടീക്ക് വുഡിലാണ് ചെയ്തിരിക്കുന്നത്. നല്ല ഇനം തേക്കിലാണ്. അകത്തുള്ള മരങ്ങളൊക്കെ നോക്കുവാണെന്നുണ്ടെങ്കിലും ചെറുതേക്കിലൊക്കെ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. കുറച്ച് വിൻഡോസ് ഒക്കെ വന്നിട്ട് UPVC-യിലുമാണ് ചെയ്തിരിക്കുന്നത്. നോർത്ത് ഫേസിംഗ് ആയിട്ടാണ് മെയിൻ ഡോർ ചെയ്തിരിക്കുന്നത്. വടക്കോട്ടാണ് മെയിൻ ഡോറിന്റെ ദർശനം വരുന്നത്. പുറത്തെ കാഴ്ചകൾ എങ്ങനെയുണ്ട് നമുക്ക് ഇതിനകത്തുകൂടി കണ്ടു നോക്കാം. മെയിൻ ഡോർ തുറന്ന് നേരെ ലിവിംഗ് സ്പേസിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. വീട് പരിചയപ്പെടുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം എടുത്തു പറയുകയാണ്. ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽ ആണെന്നുണ്ടെങ്കിലും ഓരോ ഐറ്റംസും അതിൻ്റെതായ ഒരു ക്വാളിറ്റിയിലും പ്രീമിയം ക്വാളിറ്റി നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഇതിനകത്തുള്ള ഓരോ സാധനങ്ങളും യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് വീടിന് ലിവിംഗ് സ്പേസിലേക്കാണ് ഇപ്പൊ നേരെ വന്നിരിക്കുന്നത്. 11 അടി നീളവും 10 അടി വീതിയുമാണ് ലിവിംഗ് സ്പേസിൽ കിട്ടുന്നത്. നേരെ ഡോർ തുറന്നു വരുമ്പോൾ TV വെക്കാൻ അറേഞ്ച്മെന്റ് ആണ്. കംപ്ലീറ്റ് വുഡൻ പാനലിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. അതും ഭംഗിയായിട്ടും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഡിസൈനിലുമാണ് കൊടുത്തിരിക്കുന്നത്. താഴെ കബോർഡുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഇവിടെ എല്ലാം തന്നെ നിറയെ ഓപ്പൺ ഷെൽഫുകളാണ് വരുന്നത്. നമുക്ക് വിൻഡോസ് നോക്കുവാണെങ്കിൽ UPVC വിൻഡോസ് ഈ ഒരു ഭാഗത്തും അതുപോലെ അവിടെ 2 വിൻഡോസുമായിട്ട് സ്ലൈഡിംഗ് മോഡലിലാണ് കൊടുത്തിരിക്കുന്നത്. ഫ്ലോർ ടൈലുകൾ നോക്കുവാണെന്നുണ്ടെങ്കിൽ ഭംഗിയായിട്ടുള്ള ലൈറ്റ് ഗ്രേ ഷെയ്ഡിലുള്ള ടൈലുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നേരെ റൂഫിൽ നോക്കുവാണെങ്കിൽ സിമ്പിൾ ആയിട്ടും സ്റ്റാൻഡേർഡ് ആയിട്ടുമാണ് റൂഫ് ചെയ്തിരിക്കുന്നത്. LED ലൈറ്റ് ഫിറ്റിംഗ്സ് മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. ലിവിംഗ് സ്പേസ് കഴിഞ്ഞാൽ നമ്മൾ നേരെ പോകുന്നത് ഡൈനിങ്ങിലേക്കാണ്. ആ ഒരു പാർട്ടീഷൻ തന്നെ നോക്കിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് വുഡൻ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയായ ഡിസൈനുകളിലാണ്. ഓപ്പൺ ഷെൽഫുകൾ വരുന്നുണ്ട്. LED ലൈറ്റുകളും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്.
നമുക്ക് ഇവിടുത്തെ ഇലക്ട്രിക്കൽ നോക്കുവാണെങ്കിൽ 3 ഫേസ് ആണ് കണക്ഷൻ വരുന്നത്. ഇവിടുത്തെ കേബിൾസ്, വയേഴ്സ്, സ്വിച്ചസ് ഒക്കെ നോക്കുവാണെങ്കിൽ വി ഗാർഡ്, ഫിനോലെക്സ്, പോളിക്യാബാൻഡ്, GML ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇവിടെ നല്ലൊരു ഡൈനിങ് സ്പേസ് കിട്ടുന്നുണ്ട്. ഡൈനിങ് സ്പേസിലേക്ക് വരുമ്പോൾ ഈ ഭാഗത്തായിട്ട് നമുക്ക് കുറച്ച് വിൻഡോസ് കിട്ടുന്നുണ്ട്. 12 അടി നീളവും 10 അടി വീതിയുമാണ് ഡൈനിങ് സ്പേസിന് കൊടുത്തിരിക്കുന്നത്. ഡൈനിങ് ഏരിയയിൽ വാഷ് ഏരിയ നോക്കുവാണെങ്കിൽ ഈ ഒരു ഭാഗത്താണ്. ബാക്ക്ഗ്രൗണ്ട് കംപ്ലീറ്റ് ആയിട്ട് PVC പാനലും ചെയ്തിട്ടുണ്ട്. അവിടെയായിട്ടാണ് സെറയുടെ വൈറ്റ് കളറിലുള്ള വാഷ് ബേസിൻ വെച്ചിരിക്കുന്നത്. അതിന്റെ കൗണ്ടർ ടോപ്പ് പോർഷൻ നോക്കുവാണെങ്കിൽ ബ്ലാക്ക് കളർ ഗ്രാനൈറ്റ് ആണ്. താഴെയൊക്കെ കബോർഡുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. റൂഫും നല്ല സിമ്പിൾ ആയിട്ടുള്ള ഡിസൈനുകളാണ് വരുന്നത്. ആവശ്യത്തിന് മാത്രമാണ് ലൈറ്റ് ഫിറ്റിംഗ്സ് കൊടുത്തിരിക്കുന്നത്. ഡൈനിങ് സ്പേസിൽ നിന്നാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്റ്റെയർ കേസിന്റെ സ്റ്റെപ്സ് ഒക്കെ നോക്കുവാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് വുഡൻ ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഹാൻഡ് റൈൽസ് ഒക്കെ നല്ല ഭംഗിയായിട്ട് കൊടുത്തിട്ടുണ്ട്. സ്റ്റെയർ കേസിന്റെ താഴെയുള്ള ഭാഗം നോക്കുവാണെങ്കിൽ നമുക്ക് ഇൻവെർട്ടേഴ്സ് ഒക്കെ വെക്കാനായിട്ട് ആ ഒരു ഭാഗം യൂസ് ചെയ്യാനായിട്ട് നല്ലൊരു സ്പേസ് ഇവിടെ കിട്ടുന്നുണ്ട്. നമുക്ക് ഇവിടെ പെയിന്റും കഴിഞ്ഞതിന്റെ ആ ഒരു ബക്കറ്റ്സ് ഒക്കെ ഇവിടുന്ന് റിമൂവ് ചെയ്യാറുണ്ട്. അതാണ് സാധനങ്ങളൊക്കെ ഫില്ലായിരിക്കുന്നത്. നമ്മൾ ഡൈനിങ് സ്പേസ് കഴിഞ്ഞാൽ നേരെ വരുന്നത് കിച്ചണിലേക്കാണ്. കിച്ചണിന്റെ ഡോർ നിങ്ങൾ കണ്ടു, ഹാഫ് വുഡൻ ആയിട്ടും ഹാഫ് ഗ്ലാസിലും ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് വാസ്തുപരമായിട്ടാണ് കിച്ചൺ ചെയ്തിരിക്കുന്നത്. കിച്ചന്റെ സറൗണ്ടിങ് ഏരിയാസിലൊക്കെ ഭംഗിയായിട്ട് നല്ല ഡിസൈനുള്ള മൊറോക്കൻ ടൈലാണ് കൊടുത്തിരിക്കുന്നത്. കിച്ചന്റെ കൗണ്ടർ ടോപ്പ് പോർഷൻ നോക്കുവാണെങ്കിൽ ബ്ലാക്ക് കളർ ഗ്രാനൈറ്റ് ആണ്. സിങ്കും പൈപ്പ് കണക്ഷനും നമുക്ക് അവിടെ കാണാം. 2 സൈഡിലായിട്ടാണ് വിൻഡോസ് കൊടുത്തിരിക്കുന്നത്. ക്യാബിനറ്റ്സ് ഒക്കെ നോക്കുവാണെങ്കിൽ മുകൾ ഭാഗത്ത് വരുന്ന ക്യാബിനറ്റ്സ് ഗ്രേ ഷെയ്ഡും താഴെ കംപ്ലീറ്റ് ആയിട്ട് വുഡൻ കളറും ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. കിച്ചണിലെ ഫ്രിഡ്ജ് വയ്ക്കാനായിട്ട് നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് സ്പേസ് കിട്ടുന്നുണ്ട്. റൂഫ് നോക്കുവാണെങ്കിൽ മിഡിൽ പോർഷനിൽ പ്രൊജക്ഷൻ കൊടുത്തിട്ട് LED സ്ട്രിപ്പുകളും LED ബൾബുകളും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. എയർ ഫാൻ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കിച്ചണിന്റെ ഈ ഒരു ഭാഗത്ത് നോക്കുവാണെങ്കിൽ നമുക്ക് ഇവിടെ ആയിട്ടൊരു ഡോർ വരുന്നുണ്ട്. അത് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് നേരെ കിച്ചണിന്റെ പുറത്തേക്കുള്ള പോർഷനാണ്. നമുക്ക് ഇവിടെ വർക്ക് ഏരിയ ചെയ്തെടുക്കാനായിട്ട് നല്ലൊരു ഏരിയ കിട്ടുന്നുണ്ട്. ഓൾറെഡി അവിടെ ഫ്ലോറുകളെല്ലാം തന്നെ ചെയ്തിട്ടുണ്ട്. ഡൈനിങ് സ്പേസിൽ വാഷ് ഏരിയയുടെ 2 സൈഡിലായിട്ടാണ് നമുക്ക് ഇവിടുത്തെ താഴത്തെ നിലയിലുള്ള 2 ബെഡ്റൂംസ് വരുന്നത്. ആദ്യത്തെ ബെഡ്റൂം തന്നെ നമുക്ക് നോക്കാം. ഡോറുകളെല്ലാം ഞാൻ പറഞ്ഞു ചെറുതേക്കിലും തേക്കിലും ഒക്കെ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയായ പ്ലെയിൻ ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത്. ബെഡ്റൂം സൈസ് നോക്കുവാണെങ്കിൽ 11.5 അടി നീളവും 11 അടി വീതിയുമാണ് വരുന്നത്. നമുക്ക് ഇവിടെ വോൾസിൽ നോക്കുവാണെങ്കിൽ കാണാം ടോട്ടലി 3 വിൻഡോസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നേരെ റൂഫിൽ നോക്കുവാണെങ്കിൽ എയർ ഹോൾ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആവശ്യത്തിന് മാത്രം ലൈറ്റ് ഫിറ്റിംഗ്സും ആണ് വരുന്നത്. ഇവിടെയായിട്ടാണ് വാർഡ്രോബ് വരുന്നത്. വുഡൻ ഡിസൈൻ വുഡൻ കളറിലുമാണ് ചെയ്തിരിക്കുന്നത്. ഡ്രസ്സിംഗ് ടേബിൾ കൂടി അതിന്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് ഇവിടുത്തെ ആദ്യത്തെ ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇവിടെ വേണമെങ്കിൽ വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേഷൻ കൊടുക്കാവുന്ന രീതിയിലാണ് ബാത്റൂം ടൈൽസ് ചെയ്തിരിക്കുന്നത്. ബാത്റൂമിനകത്തെ ഫിറ്റിംഗ്സ് ഒക്കെ നോക്കുവാണെങ്കിൽ സെറയിലാണ്. നല്ല സ്റ്റാൻഡേർഡ് ആയ ടൈലുകൾ മാത്രമാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഖജാരിയയുടെ ടൈൽസ് ആണ് മെയിൻ ആയിട്ട് ബാത്റൂമിനകത്ത് വരുന്നത്. ഒന്നാമത്തെ ബെഡ്റൂമിനെ നേരെ ഫേസ് ചെയ്തിട്ടാണ് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഈ ഒരു ബെഡ്റൂമിന്റെ സൈസ് നോക്കുവാണെങ്കിൽ 11 അടി നീളവും 10.5 അടി വീതിയിലുമാണ് കൊടുത്തിരിക്കുന്നത്. വോൾസിലെല്ലാം ആവശ്യത്തിന് വിൻഡോസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. റൂഫിൽ എയർ ഹോൾ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ചെറിയൊരു ഡിസൈനും LED സ്ട്രിപ്പുകളും ബൾബുകളുമാണ് കൊടുത്തിരിക്കുന്നത്. ഡ്രസ്സിംഗ് ടേബിൾ കൂടി അറ്റാച്ച് ചെയ്തിട്ട് വലിയൊരു വാർഡ്രോബ് തന്നെ നമുക്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് രണ്ടാമത്തെ ബെഡ്റൂമും ചെയ്തിരിക്കുന്നത്. ഇവിടെയും നമുക്ക് വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേഷൻ കിട്ടുന്ന രീതിയിൽ തന്നെയാണ് ഫിറ്റിംഗ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സെറയുടെയാണ് ഇവിടെ ഫിറ്റിംഗ്സ് വരുന്നത്. മാറ്റ് ഫിനിഷോട് കൂടിയിട്ടുള്ള ടൈലുകളാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പ് കയറി നമ്മൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് ലാൻഡിംഗിൽ വരും നമുക്ക് ഇവിടെ ആയിട്ട് ഒരു ഓപ്പണിംഗ് ഉണ്ട്. താഴെ കാണുന്ന പോർഷൻ നമുക്ക് ഹാൻഡിൽസ് ഉണ്ട്. ജസ്റ്റ് ഓപ്പൺ ചെയ്യാവുന്ന രീതിയിലാണ് UPVC വിൻഡോസ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ആയിട്ട് ഷോ ലൈറ്റ് വരുന്നുണ്ട്. വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിലാണ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത്. താഴെ നമ്മൾ 2 ബെഡ്റൂമുകൾ കണ്ടു. മുകളിൽ നമുക്ക് 3 ബെഡ്റൂമുകൾ കിട്ടുന്നുണ്ട്. ഒരു ബെഡ്റൂം ബാത്ത് അറ്റാച്ച്ഡ് അല്ല. ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് അപ്പർ ലിവിംഗ് സ്പേസിലാണ്. നല്ല ഭംഗിയായിട്ടും സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് അപ്പർ ലിവിംഗിനായിട്ട് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. നേരെ റൂഫിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭംഗിയായിട്ടുള്ള വർക്കുകൾ, സിമ്പിൾ വർക്കുകൾ ആണെങ്കിലും ആവശ്യത്തിന് മാത്രം ലൈറ്റ് ഫിറ്റിംഗ്സ്, എയർ ഹോൾസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ നിൽക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ ആയിട്ട് ഒരു വിൻഡോ കിട്ടുന്നുണ്ട്. നോക്കിയാൽ കാണാം സ്ലൈഡ് ചെയ്യാവുന്ന രീതിയിലാണ് ഈ ഒരു വിൻഡോ ചെയ്തിരിക്കുന്നത്. വിൻഡോ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരെ വരുന്നത് ഇവിടുത്തെ ബാൽക്കണിയിലേക്കാണ്. അത്യാവശ്യത്തിന് സ്പേസ് ഒക്കെ കൊടുത്തിട്ട് ഭംഗിയുള്ളൊരു ബാൽക്കണി നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. വീടിന്റെ ഫ്രണ്ടിലേക്കുള്ള വ്യൂ ആണ് ബാൽക്കണിയിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത്. നമുക്ക് ഇവിടുത്തെ ആദ്യത്തെ ബെഡ്റൂം തന്നെ കാണാം. ഈ ഒരു ബെഡ്റൂം നമുക്ക് ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടല്ല ചെയ്തിരിക്കുന്നത്. കുട്ടികൾക്ക് റീഡിംഗ് റൂം ആയിട്ടോ എന്ത് ആവശ്യത്തിന് വേണമെങ്കിലും നമുക്ക് ഈ ഒരു റൂം യൂസ് ചെയ്യാവുന്നതാണ്. എങ്കിലും ഞാൻ ഇതിന്റെ നീളവും വീതിയും ഒക്കെ പറയാം. 12 അടി നീളവും
8 അടി വീതിയിലുമാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ പക്ഷെ നമുക്ക് വാർഡ്രോബുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വിൻഡോസ് നോക്കുവാണെന്നുണ്ടെങ്കിൽ രണ്ട് സൈഡിലായിട്ട്, ഒരു സൈഡിൽ സിംഗിൾ വിൻഡോയും ഈ ഒരു ഭാഗത്ത് നോക്കുവാണെങ്കിൽ നമുക്ക് ഇതുപോലെ സ്ലൈഡ് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങാവുന്ന ഒരു വിൻഡോയുമാണ്. നമുക്ക് ഈ ഒരു ബാൽക്കണി കൂടി ഇവിടെ കിട്ടുന്നുണ്ട്. ഈ ഒരു റൂമിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞാലും ബാൽക്കണിയാണ്. ഹാൻഡ് റൈൽസ് ഒക്കെ നല്ല സേഫ് ആയിട്ട് ടഫിന്റെ ഗ്ലാസ്സിൽ കൊടുത്തിട്ടുണ്ട്. വീടിന്റെ ആ ഒരു ഫ്രണ്ടിലൂടെ പോകുന്ന റോഡിന്റെ വ്യൂ ആണ് ഇവിടെയും നമുക്ക് വിസിബിൾ ആയിട്ടുള്ളത്. റൂഫിൽ നോക്കുവാണെന്നുണ്ടെങ്കിലും ഭംഗിയായ വർക്കുകളും ലൈറ്റ് ഫിറ്റിംഗ്സും എയർ ഹോൾസും ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ 4ാമത്തെ ബെഡ്റൂം ആണ് നമ്മൾ കാണാൻ പോകുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് 4ാമത്തെ ബെഡ്റൂം വരുന്നത്. 12 അടി നീളവും 10 അടി വീതിയിലുമാണ് ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇവിടെയായിട്ട് 2 വിൻഡോസ് വരുന്നുണ്ട്. വാർഡ്രോബ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ഭാഗത്ത് വുഡൻ കളറിലും ഡിസൈനിലും ആയിട്ടാണ്. റൂഫിൽ നോക്കുവാണെന്നുണ്ടെങ്കിൽ സിമ്പിൾ ആയ വർക്കുകളും ലൈറ്റ് ഫിറ്റിംഗ്സും മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ബെഡ്റൂമിന്റെ ഡോർ നമുക്ക് സ്ലൈഡ് ചെയ്ത് ഓപ്പൺ ചെയ്യാവുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ഇത് തുറന്നാൽ നിങ്ങൾക്ക് കാണാൻ പുറത്തൊരു ചെറിയ ബാൽക്കണി, നമുക്ക് ഏകദേശം എല്ലാ റൂമുകളിൽ നിന്ന് വരെ ബാൽക്കണി ഇവിടെ കിട്ടുന്നുണ്ട്. ബെഡ്റൂമിന്റെ ഈ ഒരു സൈഡിലായിട്ട് നമുക്കൊരു ഡ്രസ്സിംഗ് ടേബിൾ കിട്ടുന്നുണ്ട്. ഓപ്പൺ ഷെൽഫുകളും വലിയൊരു മിററും താഴെ ക്ലോസ്ഡ് കബോർഡുകളും ഒക്കെ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഈ ഒരു ബാത്റൂം നോക്കുവാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയായിട്ടാണ് ടൈലുകൾ വരുന്നത്. ഇവിടെയും നമുക്ക് വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേഷൻ കിട്ടുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ചെറിയൊരു ബാത്റൂം ആണെങ്കിലും എല്ലാ സൗകര്യങ്ങളും കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമ്മളിനി ഫൈനലി 5ാമത്തെ ബെഡ്റൂം ആണ് കാണാൻ പോകുന്നത്. ബെഡ്റൂം സൈസ് നോക്കുവാണെങ്കിൽ കുറച്ച് വലുതായിട്ട് തന്നെയാണ്. 14 അടി നീളവും 11 അടി വീതിയിലുമാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു വോളിൽ 2 സിംഗിൾ വിൻഡോസ് വരുന്നുണ്ട്. ഇവിടെയായിട്ട് നമുക്ക് ബാൽക്കണിയിലേക്ക് ഇറങ്ങാവുന്ന രീതിയിലാണ്. സോ നമുക്ക് ഇവിടുത്തെ എല്ലാ ബെഡ്റൂമുകളിൽ നിന്നും ബാൽക്കണി ഷെയർ ചെയ്യുന്നുണ്ട്. വീടിന്റെ ആ ഒരു സൈഡിലുള്ള ബാൽക്കണിയാണ് നമുക്ക് ഇവിടെയും കിട്ടുന്നത്. സ്ലൈഡിംഗ് ഡോറുകളാണ് കൊടുത്തിരിക്കുന്നത്. നേരെ റൂഫിൽ നോക്കുവാണെന്നുണ്ടെങ്കിൽ സിമ്പിൾ വർക്കുകൾ വരുന്നുണ്ട്. LED ലൈറ്റ് ഫിറ്റിംഗ്സും സ്ട്രിപ്പുകളും എയർ ഹോൾ ഫെസിലിറ്റിയും ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഡ്രസ്സിംഗ് ടേബിൾ കൂടി അറ്റാച്ച് ചെയ്തിട്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ് വലിയൊരു വാർഡ്രോബ് കിട്ടുന്നത്. ഈ ഒരു ബെഡ്റൂമും ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ബാത്റൂമിലെ ടൈലുകൾ നോക്കുവാണെങ്കിൽ നമ്മൾ നേരത്തെ കണ്ട സെയിം ടൈലുകൾ തന്നെയാണ് ഇവിടെയും. ഗ്രേ കളർ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. സ്പേഷ്യസ് ആണ്. ഇവിടെയും നമുക്ക് വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേഷൻ കിട്ടുന്നുണ്ട്. നമുക്കിനി ഇവിടുത്തെ യൂട്ടിലിറ്റി സ്പേസ് എങ്ങനെയാണെന്ന് നോക്കാം. ഈ ഒരു ഭാഗത്തായിട്ടാണ് യൂട്ടിലിറ്റി ഏരിയ വരുന്നത്. വലിയൊരു സ്പേസ് തന്നെ യൂട്ടിലിറ്റിക്ക് ആയിട്ട് കിട്ടുന്നുണ്ട്. ഫ്ലോർ ടൈലുകളൊക്കെ കുറച്ച് വുഡൻ കളറുള്ള ടൈലുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് ഇവിടെ നിന്നാണ് വരുന്നത്. നമുക്ക് ഇവിടെയാണ് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള പ്രൊവിഷൻസ് എല്ലാം കൊടുത്തിരിക്കുന്നത്. വീടിന്റെ എല്ലാ കാര്യങ്ങളും കണ്ടു കഴിഞ്ഞു. ഇന്ന് നിങ്ങളെ മാർബിൾ ഹോംസ് പരിചയപ്പെടുത്തിയ ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ ഇടപ്പള്ളി പുക്കാട്ടുപടി ബസ് റൂട്ടിന് വളരെ അടുത്തായിട്ടാണ്. നമുക്ക് ബസ് റൂട്ടിൽ നിന്നും വെറും ഏകദേശം ഇത് നോക്കുവാണെങ്കിൽ 150 മീറ്റർ കുറച്ചേ ഉള്ളൂ. വാക്കബിൾ ഡിസ്റ്റൻസ് ആണ്. നടന്ന് നമുക്ക് ബസ് റൂട്ടിലേക്ക് എത്താവുന്ന ദൂരത്തിലാണ് വീട് സ്ഥിതി ചെയ്യുന്നത്. വീടിന്റെ ഡീറ്റെയിൽ നോക്കുവാണെന്നുണ്ടെങ്കിൽ നല്ലൊരു വില്ല പ്രൊജക്ടിനകത്താണ് വീട് സ്ഥിതി ചെയ്യുന്നത്. ചുറ്റിനും നിറയെ വീടുകളുണ്ട്. വൈഡായ ടാർ റോഡാണ് വീടിന്റെ ഫ്രണ്ടിലൂടെ കടന്നു പോകുന്നത്. 4.17 ആണ് ലാൻഡ് അളവ് വരുന്നത്. 2030 ആണ് സ്ക്വയർ ഫീറ്റ് വരുന്നത്. നമുക്കിവിടെ 5 ബെഡ്റൂമുകൾ കിട്ടുന്നുണ്ട്. ഒരു ബെഡ്റൂം മാത്രമാണ് ബാത്ത് അറ്റാച്ച്ഡ് അല്ലാതെ ചെയ്തിരിക്കുന്നത്. നമുക്ക് വർക്ക് ഏരിയ സൗകര്യങ്ങൾ ചെയ്യാനുള്ള സ്പേസ് അവിടെയുണ്ട്. യൂട്ടിലിറ്റി ഏരിയ കിട്ടുന്നുണ്ട്. എടുത്തു പറയേണ്ടത് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം നല്ല പ്രീമിയം ക്വാളിറ്റി സാധനങ്ങൾ മാത്രമാണ്. വീടിന് ഓണർ ചോദിക്കുന്ന പ്രൈസ് 84 lakhs ആണ്. 84 ലക്ഷം എന്നുള്ളതിന്റെ പ്രൈസ് മാർബിൾ ഹോംസ് വഴി നിങ്ങൾ വാങ്ങിക്കുമ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾ നല്ല രീതിയിൽ നെഗോഷ്യബിൾ ആക്കി വാങ്ങിച്ചു തരുന്നതാണ്. നിങ്ങൾക്കിത് ഏത് ബാങ്കിൽ നിന്ന് വേണമെങ്കിലും ലോൺ ഫെസിലിറ്റി അവൈലബിൾ ആണ്. അതും മാർബിൾ ഹോംസ് തന്നെ ചെയ്തു തരുന്നതായിരിക്കും. ഒട്ടും ഡിലേ വെക്കേണ്ട. റോഡിന് വളരെ അടുത്തുള്ള വീടുകൾക്ക് ഡിമാൻഡ് കൂടുതലാണ്. കാരണം നമുക്ക് ഒരു സമയത്ത് നമ്മളൊരു കാർ ഇല്ലെങ്കിൽ പെട്ടെന്ന് നമ്മൾ ബസ് റൂട്ടിലേക്ക് എത്തണമെങ്കിൽ വളരെ ഈസിയാണ്. ഷോപ്പുകളെല്ലാം തന്നെ മെയിൻ റോഡിലാണ് വരുന്നത്. പെട്ടെന്ന് വിളിച്ചോളൂ. നമ്പറുകൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ മനോഹരമായ വീടുകളുടെ വിശേഷങ്ങളുമായി മാർബിൾ ഹോംസിലൂടെ ഇനിയും കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.